പാർട്ടി വിട്ട മുൻ എംഎൽഎയും ഒറ്റപ്പാലത്തെ യുഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ പി.കെ. ശശിയെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വഞ്ചകന്മാർ ഒരു കാലത്തും രക്ഷപ്പെട്ടിട്ടില്ല. ചരിത്രം വഞ്ചകന്മാരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തവണയും പ്രേംകുമാറിനെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. മികച്ച രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ ശേഷിയുള്ള ഒരു പൊതുപ്രവർത്തകനാണ് പ്രേംകുമാർ എന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രേംകുമാറിന് നല്ല രീതിയിലുള്ള പിന്തുണ നേരത്തെയുമുണ്ട്, ഇപ്പോഴുമുണ്ട്. UDF എത്രമാത്രം ഗതികേടിലാണെന്ന് നോക്കണം. UDF ആ ഗതികേടിൻ്റെ ചിത്രം ഇവിടെ ശരിയായ രീതിയിൽ കാണാറുണ്ട്. ചരിത്രം ഒരു കാലത്തും വഞ്ചകന്മാർക്ക് എല്ലാ കാലത്തും ചരിത്രം വഞ്ചകന്മാരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒറ്റപ്പെടൽ അതിൻ്റെതായ ശരിയായ രീതിയിൽ വഞ്ചകന്മാർ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂവെന്നും UDF ഗതികേടിലാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഒറ്റപ്പാലത്തെ LDF തെരഞ്ഞെടുപ്പ് വേദിയിലായിരുന്നു പിണറായി വിജയന്റെ പരാമർശം. UDF എത്രമാത്രം ഗതികേടിലാണെന്ന് നോക്കണം. UDFന്റെ ആ ഗതികേടിന്റെ ചിത്രം ഇവിടെ ശരിയായ രീതിയിൽ കാണാനുണ്ട്. ചരിത്രം ഒരു കാലത്തും വഞ്ചകന്മാർക്ക് ജയം കൊടുത്തിട്ടില്ല. എല്ലാ കാലത്തും ചരിത്രം വഞ്ചകന്മാരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒറ്റപ്പെടൽ അതിൻ്റെതായ രീതിയിൽ വഞ്ചകന്മാരെല്ലാം അനുഭവിക്കാൻ പോവുകയാണ്. നാടിനെ പരിഹസിക്കാനും നാട്ടുകാരെ വിലകുറച്ച് കാണാനും ബഹുജനങ്ങളെ അവമതിക്കാനും തയ്യാറാകുന്ന ഒരാളും ഒരു കാലത്തും രക്ഷപ്പെട്ടിട്ടില്ല. ഇതൊരു പാഠമായി എടുക്കുക എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. Do you know where India's best steel windows and doors factory is located? How many of you know that it is in Malappuram, the land of football? Vertec is the first company which introduced steel windows and doors as a brand in Kerala. Today, Vertec has grown so big in the industry as a producer and manufacturer of steel windows and doors. Vertec Industrial Park, India's best quality steel windows and doors.